നമസ്കാരം, ഞാൻ ബൈജു എന്നാണ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അമേരിക്കയിലാണ്, സാൻ ഫ്രാൻസിസ്കോയിൽ. എൻ്റെ സുഹൃത്ത് ബിജുവിൻ്റെ വീട്ടിലാണ്. നമ്മൾ മുമ്പൊരിക്കൽ സാൻ ഫ്രാൻസിസ്കോ വന്നപ്പോൾ ബിജുവിൻ്റെ വീട്ടിൽ വരികയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇങ്ങനെ വിശേഷം എന്ന് പറയുന്നത് ബിജു ഒരു പുതിയ ടെസ്ല എടുക്കുന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആണ്. അതായത് വെറുതെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നാൽ മതി, വാഹനം നമ്മളെ കൊണ്ട് പൊക്കോളും. അപ്പോൾ ഞങ്ങൾ പക്ഷേ ഇപ്പോൾ രാവിലെ പോകുന്നത് ഇതൊന്ന് ഓടിക്കുക. പിന്നെ മറ്റൊരു ലക്ഷ്യമുള്ളത് ലൂസഡ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനിയുണ്ട്. അത് US ബേസ്ഡ് കമ്പനിയാണ്. അവരുടെയാണ് ഏറ്റവും ഉള്ള റേഞ്ചുള്ള EVകൾ. അതായത് ഏതാണ്ട് 900 കിലോമീറ്ററുള്ള റേഞ്ചുണ്ട്. 100 കിലോമീറ്റർ വേദനിക്കാൻ 2 സെക്കൻഡ്സ് മതി. അത്രയും പവർഫുൾ ആയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതിന്റെ ഷോറൂമിൽ നമുക്കൊരു ചെറിയ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പോവാണ്. രാവിലെ മഴയുള്ള ദിവസമാണ്. അപ്പോൾ ലൂസിഡ് ഒന്ന് ഓടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ലൂസിഡിന്റെ 2 മോഡലാണ് ഇപ്പോൾ ഉള്ളത്. എയർ ഉണ്ട്, അതുപോലെ ഗ്രാവിറ്റി ഉണ്ട്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് SUV ആണ്. എയർ എന്ന് പറയുന്നത് ഒരു സെഡാനുമാണ്. അപ്പോൾ പോവല്ലേ. ഇതാണ് ബിജു താമസിക്കുന്ന ഫ്രീമോണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെ വില്ലയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഓട്ടോണമസ് അല്ലേ? ഡ്രൈവറല്ലാതെ ഓടുകയല്ലേ? ഇതാണ് നമ്മൾ ഓട്ടോണമസ് ആയിട്ട് ഓടിച്ചു പോകാൻ പോകുന്നത്. എങ്ങനെയാണ് പരിപാടികൾ? നമ്മൾ അഡ്രസ് എൻ്റർ ചെയ്തു, സ്റ്റാർട്ട് സെൽഫ് ഡ്രൈവിംഗ്, അത്രേ ഉള്ളൂ. ടാങ്ക് ചെകുത്താൻ ഓടിക്കുന്ന പോലെ ഓടിച്ചു പോവാണ്. കണ്ടോ? In 500 feet, turn right onto Warm Springs Boulevard. കാര്യം നമ്മളെല്ലാം ഓടിക്കുന്നെങ്കിലും ഇത് ഈ പറഞ്ഞ പോലെ ലൊക്കേഷന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നോണ്ടിരിക്കും അല്ലേ? അപ്പൊ ഇപ്പൊ എത്രയല്ലേ ഇപ്പൊ ഇത് നമ്മൾ ഫുൾ ഓട്ടോണമസ് ആക്കിയിട്ട് വണ്ടി? ഇത് ഞാൻ വാങ്ങിച്ചത് കഴിഞ്ഞ മാർച്ചിൽ വാങ്ങിച്ചതാണ്. ഈ മാർച്ചിൽ. നമുക്കപ്പോ ഇത് ഈ ഒരു ഓട്ടോണമസ് ഡ്രൈവിംഗ് സാധനം ഇല്ലാതെയും വാങ്ങിക്കാം അല്ലേ? വാങ്ങിക്കാം. അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടെസ്ല എല്ലാ കാറിലും അതിന് വേണ്ട ടെക്നോളജി എല്ലാം ഉണ്ട്. പക്ഷെ ഓട്ടോണമസ് ഡ്രൈവിംഗ് അത് സബ്സ്ക്രൈബ് ചെയ്യണം. എത്ര രൂപയാണ് അങ്ങനെ? ഇത് വാങ്ങിച്ചപ്പം $8,000 ലൈഫ് ടൈം, അല്ലെങ്കിൽ മാസം $100 സബ്സ്ക്രൈബ് ചെയ്താൽ. അങ്ങനെയാ? അപ്പം ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ കൊടുത്താൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഓടിക്കാം. അപ്പൊ ഇപ്പൊ ഈ താൻ തൊടുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഇതിലിപ്പോ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇതാണ് ശരിക്കും ഓട്ടോണമസിന്റെ ഒരു ലോഗോ. ഈ ബ്ലൂ സാധനമാണ് അല്ലേ? ഇപ്പൊ ആ വണ്ടിയുടെ ബാക്കിൽ വന്ന് സ്വയം നിർത്തുന്നു. യെസ്. എന്നിട്ട് ഇനിയിപ്പോ റെഡ് ലൈറ്റ് ആണ്. റെഡ് ലൈറ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇപ്പൊ നിർത്തിയിട്ടത്. അതിനുശേഷം ആ വണ്ടി ഇത്തിരി മുന്നോട്ട് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മുന്നിലേക്ക് എത്തി. കാലൊന്നും എങ്ങും ചവിട്ടിയിട്ടില്ല. വീണ്ടും ആ വണ്ടി പോയപ്പോ നമുക്ക് ഫ്രീ റൈറ്റ് ആണോ ഇവിടുന്ന്? അതെ, ഫ്രീ റൈറ്റ് തിരികെയാണ്. തിരിഞ്ഞു. അതേപോലെ നമ്മള് ചെന്ന് കഴിഞ്ഞിട്ട് എവിടെയാ പാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ ചാർജറുണ്ട്. അപ്പൊ ചാർജറിൽ വേണേ പാർക്ക് ചെയ്യാം, അല്ലെ പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്യാം, സൈഡ് പാർക്ക് ചെയ്യാം. അതൊക്കെ എപ്പോഴേലും ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ തീരുമാനിച്ചാൽ മതി. നമ്മള് പാർക്കിംഗ് ലോട്ടിൽ പോയിട്ട് പാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ തന്നെ അവിടെ കൊണ്ട് നിന്നോളൂ. അപ്പൊ ഇപ്പം നമ്മൾ എന്താണ് ഇതിന്റെ അകത്ത് എന്തെങ്കിലും ചെയ്തു കൊടുക്കണോ വണ്ടിയിൽ? അതോ നമ്മൾ ഒന്നും ചെയ്യണ്ട? ഗവൺമെന്റ് പെർമിഷൻ തന്നാൽ മാത്രം മതി. അപ്പൊ പിന്നെ ഇവിടെ ഇരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇപ്പൊ ഇരിക്കാന്ന് പറയുന്നത് ഗവൺമെന്റ് സമ്മതിക്കാത്തോണ്ടാ അല്ല ഇരിക്കുന്നത്? അതെ. അപ്പൊ നമ്മളിപ്പം പിന്നെ ടെക്നോളജി അതിന്റെ ഏർലി ഡേയ്സിലാണ് ഫുൾ ഓട്ടോണമസ് ഡ്രൈവിംഗ്. അപ്പം കുറച്ചും കൂടി ഓൾമോസ്റ്റ് ഒരു 3 weeks 4 weeks അപ്ഡേറ്റ് ആവുന്നുണ്ട് സോഫ്റ്റ്വെയർ. കൂടുതൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബെറ്റർ ആവും. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതും ബെറ്റർ ആവും. പക്ഷെ അപ്പൊ ഇപ്പോഴേ ഇവിടെ ഒരു ഡ്രൈവറെ മുന്നിൽ ഇരിക്കാത്ത ടാക്സികളുണ്ടല്ലോ. അവന് അതിന് മാത്രം എന്താ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്? ഈ നമ്മള് ഡ്രൈവർ സീറ്റ് വേണമെന്നും പറയുന്നു, ടാക്സികളിൽ ആരും ഇരിക്കണ്ടെന്നും പറയുന്നു. അതെന്താ? അപ്പം അതിൽ കുറച്ചും കൂടി കൂടുതൽ ടെക്നോളജി ഉണ്ട് അതില്. ഇത് ടെസ്ലയിൽ അവര് ക്യാമറ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം സെൽഫ് ഡ്രൈവ് ചെയ്യുന്നത്. മറ്റേതില് വെയ്മോ, സാൻ ഫ്രാൻസിസ്കോയിലുള്ള വെയ്മോയിലാണെങ്കിൽ ലിഡാർ ഉണ്ട്, റാഡാർ ഉണ്ട്, അങ്ങനെ പല സെൻസേഴ്സ് ഉണ്ട്. ഞാൻ എവിടെയോ വായിച്ചത് $100,000 മുകളിലുള്ള എക്യുപ്മെന്റ് അതില് ബേസ് കാറിനെക്കാട്ടി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് അവര്. ഇതിലൊന്നുമില്ല ഇത്. അതാണ് ഇതും അതും നമ്മളുടെ വ്യത്യാസം. ഇതിപ്പം നമ്മളിപ്പം പൂർണ്ണമായിട്ടും ഡ്രൈവർലെസ് ആയിട്ട് ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വണ്ടി മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ എന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ താൻ കുറച്ചൊന്ന് അശ്രദ്ധനാണെങ്കിൽ
അലേർട്ട് വരും ഇതിൽ. ആണോ? എന്നിട്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് Now ഡിസെൻഗേജ് turn right to take എന്നിട്ട് പിന്നെ നമ്മൾ തന്നെ ഓടിച്ചാൽ പറ്റുമെന്നാക്കും. ഓ, മുമ്പൊക്കെ പണ്ട് തുടങ്ങിയ സമയത്ത് കൈ സ്റ്റിയറിംഗ് വേണമെന്നുണ്ടായിരുന്നു അല്ലേ? വേണമായിരുന്നു. ഇപ്പൊ അതും ഇല്ല. അതുമില്ല. അപ്പൊ ഓരോരോ ആഴ്ചയിലും തന്നെ അപ്ഡേറ്റ് വന്ന് ഇത് ടെസ്ല സെൽഫ് ഡ്രൈവിംഗ് വേർഷൻ 14 ആണ്. 13 വരെ സ്റ്റിയറിംഗിൽ കൈ വേണം. 14 വന്നപ്പം കൈ വേണം. അപ്പൊ 13 ഉള്ളവർക്ക് വേണം 14 ആക്കി അപ്ഡേറ്റ് ചെയ്യാം. ഇത് ആപ്പിൾ പോലെ തന്നെ ടെസ്ലയും ഒരു ഹാർഡ്വെയർ കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പൊ ഹാർഡ്വെയർ 4 എന്ന് പറയുന്ന ഇതിന് മാത്രമേ വേർഷൻ 14 അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ പഴയ ടെസ്ലയില് ഹാർഡ്വെയർ 3 ആണ്. ഹാർഡ്വെയർ 3-ല് വേർഷൻ 14 അലൗഡ് അല്ല. പക്ഷെ സെൽഫ് ഡ്രൈവ് അതിലും ഓട്ടോണമസ് ഡ്രൈവ് ഫുൾ FSD അതിലും ഉണ്ട്. പക്ഷെ ഇതിലുള്ള കുറെ ഫീച്ചേഴ്സും അതിൽ അവൈലബിൾ അല്ല. ഇതിപ്പോ നമ്മൾ പോകുന്നത് 65 മൈൽ പെർ അവർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 കിലോമീറ്റേഴ്സ് പോവാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? വണ്ടി ഇപ്പൊ സ്പീഡിൽ പോകണോ പതുക്കെ പോകണോ എന്നൊക്കെ? അത് ഓരോ പ്രൊഫൈലാണിത്. അതായത് നമ്മുടെ സ്ലോ, ചിൽ, സ്റ്റാൻഡേർഡ്, ഹറി, മാഡ് മാക്സ്. മാഡ് മാക്സ് ഉണ്ട്. മാഡ് മാക്സ് എനിക്കൊന്ന് യൂട്യൂബിലൊക്കെ ഒത്തിരി പോപ്പുലർ ആണ്. അതെ, അന്തം വിട്ട പോക്കാണ് അല്ലേ? അതെ, നമ്മൾ സ്റ്റാൻഡേർഡിലെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. സ്റ്റാൻഡേർഡിൽ പോലും ഇപ്പൊ സ്റ്റാൻഡേർഡ് നമ്മൾ പോകാന്നിരിക്കട്ടെ, പക്ഷെ റോഡിൽ നമുക്ക് 100 കിലോമീറ്റേഴ്സ് വേഗത എടുക്കാൻ പറ്റുന്ന റോഡുമാണെങ്കിൽ വണ്ടി അത് സെൻസ് ചെയ്താൽ സ്പീഡ് പോകും. സ്പീഡ് ലിമിറ്റ്, മറ്റു വണ്ടികളുടെ സ്പീഡ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പ്രൊഫൈല്. നമുക്ക് മാക്സിമം എത്ര വേണമെന്നൊക്കെ സെറ്റ് ചെയ്യാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒക്കെ അത് കാൽക്കുലേറ്റ്. ഇപ്പൊ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 65 മൈലാണ് ഈ റോഡിലെ സ്പീഡ് ലിമിറ്റ്. പക്ഷെ ഇത് പോകുന്നത് 72 മൈൽസിലാണ് പോകുന്നത്. അപ്പൊ ഫ്രണ്ടിൽ ആ വണ്ടി ഉള്ളതുകൊണ്ടായിരിക്കാം ആ വണ്ടികളെല്ലാം അതിൽ കൂടുതൽ സ്പീഡിലാണ് പോകുന്നത്. Now keep left to stay on Interstate 880 North. ശരി. നമ്മൾ പണ്ട് ഇങ്ങനെ പറയലായിരുന്നു, ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയുടെ ഒക്കെ ഒരു കാലം വരുമായിരിക്കും എന്നൊക്കെ അല്ലേ? അത് വന്നു കഴിഞ്ഞിരിക്കുന്നത്. ചുമ്മാ പിടിക്കാതിരിക്കുന്നുണ്ടോ? ചുമ്മാ കാഴ്ച കണ്ടോണ്ടിരിക്കുക. യാത്രക്കാരനിരിക്കുന്ന പോലെ തന്നെ ആയി ഡ്രൈവറിന്റെ കാര്യവും ഒന്നും നോക്കണ്ട. പക്ഷെ ഇത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇത്രയും കാലം ഓടിച്ചിട്ട്? ഇല്ല. പേടി വരും ഇടയ്ക്ക്. നല്ല സ്പീഡിൽ പോയി മുന്നിലെ വണ്ടി ബ്രേക്ക് ചെയ്ത് ഇത് ചവിട്ടുമോ? ഒരു പേടിയൊക്കെ ഇല്ല. അപ്പൊ അത് ഒരുപാട് സെറ്റിംഗ് ഉണ്ട് ഇതില്. ബ്രേക്കിംഗ് തന്നെ പല സെറ്റിംഗ് ഉണ്ട്. അതെല്ലാം നമ്മൾക്ക് വേണ്ട ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംഫർട്ടബിൾ ആയ ഒരു കുഴപ്പമില്ല. അപ്പൊ എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. ഞാനിത് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. എത്ര ദൂരം വരെയൊക്കെ പോയി ഇതിങ്ങനെ ഫുള്ളി ഡ്രൈവർലെസ് ആയിട്ടൊക്കെ? ലോങ്സ്റ്റ് ട്രിപ്പ് പോയത് ഇവിടുന്ന് സാന്റിയാഗോ പോയി. അത് നല്ല ദൂരം ഉണ്ടല്ലോ. നമ്മളന്ന് ഒരിക്കൽ ഓടിച്ചു പോയതാണല്ലോ. 900 കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? 400 മൈലോളം. ഈ വണ്ടി ഒന്ന് സ്ലോ ആയെന്ന് കണ്ടപ്പോഴത്തേക്കും കക്ഷി ലെഫ്റ്റ് ട്രാക്ക് പിടിച്ചു നമ്മുടെ വണ്ടി. എന്നിട്ട് നേരെ പോവാണ് കേട്ടോ. എല്ലാം മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിച്ച് പ്രോഗ്രാംഡാണ് എല്ലാ കാര്യങ്ങളും. വീണ്ടും 72-ലായി. നേരത്തെ 66 വരെ താന്നു. ആ വണ്ടി സ്ലോ ആകുന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും നമ്മൾ പോവാണ്. അപ്പൊ നമുക്കിനി ലൂസിഡിനെ പറ്റി പറയാം. ലൂസിഡാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന വണ്ടി അല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളതില്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പോപ്പുലർ ആകാത്ത? ഇത്രയും റേഞ്ച് ഒക്കെ ഉണ്ടായിട്ട് വില ആണോ? ഭയങ്കര വില 100,000 അടുത്താണ് വില എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 85 ലക്ഷം രൂപ വരും. 85. ഇതിനെന്ത് വില വരും? ഇത് 50 ഒക്കെ ഉള്ളൂ. 50,000 മോഡൽ Y. 50 ലക്ഷം താഴെ ഉള്ളൂ. 50 ലക്ഷം. മറ്റേ അതിനേക്കാളൊക്കെ 85 വരും. ഓയ്യോ, അത് ശരി. അപ്പൊ പിന്നെ എന്തായാലും ടെസ്ല ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് അവര് ഇങ്ങനെ ഈ വില ഇങ്ങനെ കൂട്ടിയത് അല്ലേ? അവര് പറയുന്ന അതിൽ നല്ല കാറാണെന്നാണ് പറയുന്നത്. ശരി. കാറ് നല്ല വണ്ടി തന്നെയാണ്. ഫ്രാൻസ് ഒക്കെ ഉള്ളവരുടെ ഉണ്ടോ? അപ്പൊ അതിന് ആദ്യം വന്നത് എയർ എന്ന് പറയുന്ന സെഡാനും ഇപ്പം ഗ്രാവിറ്റി SUV 3 റോ സീറ്റൊക്കെ ഉള്ള SUV അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിലാണ് നമുക്കിപ്പോ നേരെ അവിടെ കയറി ചെന്നിട്ട് വണ്ടി ഒന്ന് വാങ്ങിക്കാൻ വന്ന ഓടിച്ചു നോക്കട്ടെന്ന് പറഞ്ഞാൽ തരുമായിരുന്നു. ഇവിടെ പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യണോ? ഇവരുടെ ഇതില് ബുക്ക് ചെയ്യണം. ഇപ്പൊ ഇവർക്കൊന്നും ഷോറൂംസ് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോയിട്ട് ഡ്രൈവ് ചെയ്തു. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത പോലെ തന്നെ എക്സിക്യൂട്ടീവ് കൂടെ വന്നിരിക്കുമോ? അതറിയില്ല. ഞാൻ ലൂസിൽ ഇതുവരെ പോയിട്ടില്ല. ഇറ്റ് ഡിപ്പെൻസ്. ചില സ്ഥലങ്ങളിൽ അവര് എക്സിക്യൂട്ടീവ് കൂടെ കാണും. ടെസ്ലയുടെ ഒക്കെയാണ് കൂടെ കാണും. കാരണം ഇപ്പൊ എല്ലാം പറഞ്ഞു തരണമല്ലോ. അപ്പൊ ഇതും പുതിയ മോഡൽ ആയതുകൊണ്ട് എന്തായാലും കൂടെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിത് എത്രത്തോളം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. നമ്മളേതായാലും ഒന്ന് പോയി നോക്കുകയാണ്. എന്നിട്ട് പറ്റുമോ ഒന്ന് നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ വണ്ടി ഒന്ന് കണ്ടിട്ടൊക്കെ പോരാന്ന് വിചാരിച്ചു. അതിനുശേഷം ഇന്നിപ്പോ എന്റെ കൂടെ എന്റെ അമ്മയും സിസ്റ്ററും വന്നിട്ടുണ്ട്.
US വന്നിട്ട്. അപ്പം അവരെ കൊണ്ട് വന്നിട്ട് സാൻ ഫ്രാൻസിസ്കോ സിറ്റിയൊക്കെ ഒന്ന് കാണാൻ പോകാനാണ് ഉദ്ദേശം. ഒരു ദിവസം കൂടി, നാളെ കൂടെ ഞാനിവിടെ ഉള്ളൂ. ഞാൻ അതിനുശേഷം മയാമിയിലേക്ക് പോയിട്ട് അവിടുന്ന് ക്രൂയിസ് ഷിപ്പിൽ ഒരു സൗത്ത് അമേരിക്ക യാത്രയൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയും ചേച്ചിയും ഇവിടെ തന്നെ ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് പോകാനാണ് പരിപാടി. കണ്ടോ, ഇത് ഇപ്പൊ ആ വണ്ടി ഒന്ന് സ്ലോ ചെയ്തപ്പോഴത്തേക്കും 64ലേക്ക് എത്തി. ഇദ്ദേഹം സ്ലോ ചെയ്തു 63. ഇനിയിപ്പോ ഒന്ന് റൈറ്റ് പിടിക്കും അല്ലേ വണ്ടി? അല്ല, ലെഫ്റ്റിലേക്ക് പോയി. ലൈൻ ചേഞ്ച് എല്ലാം കൃത്യമായി ഇൻഡിക്കേറ്റർ കിട്ടങ്ങ് തിരിഞ്ഞോളൂ അല്ലേ? നമ്മളൊന്നും ചെയ്യണ്ട. വല്ലാത്തൊരവസ്ഥയായി പോയി കേട്ടോ. ഇതുകൂടാതെ നമ്മൾ വെയ്മോ എന്ന് പറയുന്ന നമ്മുടെ ടാക്സി ഞങ്ങളൊന്ന് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഡ്രൈവർലെസ് കാർ ഷൂട്ട് ചെയ്യാൻ നമ്മളായിരുന്നു. അത് ക്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അന്ന് ഡ്രൈവർലെസ് ടാക്സികൾ. അത് പക്ഷെ ബൈ ഇൻവൈറ്റ് ഓൺലി ആയിരുന്നു. കാരണം അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ അന്ന് വിജുവിന്റെ ഒരു ഫ്രണ്ട് വഴി നമ്മൾ അതിൽ, പക്ഷെ അത് പാതിരാത്രിക്ക് 1 മണിക്കോ 2 മണിക്കായിട്ട് നമുക്ക് വണ്ടി കിട്ടിയ. Exit 21 on the right onto Dakota Road toward Dunbar ക്രൂസ് ഇപ്പൊ Bridge. ഇല്ല. ക്രൂസ് നിർത്തി അല്ലേ? ക്രൂസ് നിർത്തി. പല കമ്പനികളും പരീക്ഷ നടത്തി നിർത്തിയവരും കാണും അല്ലേ? വിജയിക്കാതെ പോയതും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഒക്കെ. നിങ്ങൾ ആ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അന്ന് നമ്മൾ ഞെട്ടിപ്പോയി. കാരണം നമുക്ക് ഫ്രണ്ടിലൊന്നും വന്ന് ഇരുത്തില്ല. നമ്മൾ ബാക്കിൽ ഇരുന്ന് വണ്ടി തന്നെ ഓടിച്ചു പോകുന്നൊരു വല്ലാത്ത സിനിമയായിപ്പോയി അത് അല്ലേ? സിനിമ കാണുന്ന പോലെ ആയിപ്പോയി സാധനം. പക്ഷെ ക്രൂസ് നിർത്തിയെങ്കിലും അതിലെ ടെക്നോളജി ഇപ്പൊ ഒരു GM കാറുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആണോ? അവരുടെ എക്സ്പെൻസീവ് മോഡൽസിലൊക്കെ ഇപ്പം ഇതേപോലെ സെൽഫ് ഡ്രൈവിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ക്രൂസിന്റെ ടെക്നോളജിയാണ്. ഇതിനിടയ്ക്ക് വണ്ടി പതുക്കെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞു. എക്സിറ്റ് എടുക്കാൻ പോവാണ്. അത് ഡെഡ് പെഡല് വെറുതെ കാലിരിക്കുകയാണ്, കണ്ടില്ലേ? പെഡലൊന്നും കാല് വെച്ചിട്ടില്ല. ലെഫ്റ്റിലല്ല, ഡെഡ് പെഡല്ലേ. ഇവിടെ ഇപ്പം കണ്ടില്ല, വേറെ ഒന്നിലും ചവിട്ടേണ്ട കാര്യമില്ല. ഇത് ഇന്ത്യയിൽ വരുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വരും. പക്ഷെ ഇത്തിരി റിസ്ക് ആണ്. ടെസ്ല മോഡൽ വൈ ഇന്ത്യയിൽ അവൈലബിൾ ആണല്ലോ. ആണ്, പക്ഷെ ഫുള്ളി ഓട്ടോണമസ് ഒന്നും ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കാൻ സാധ്യതയില്ല ഇപ്പം. പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് അഡാസ് ഫീച്ചേഴ്സ് ആയിട്ട് വരാമല്ലോ. അതെല്ലാം ഇന്ത്യയിൽ ഇപ്പൊ എല്ലാ വണ്ടികളിലും ആയല്ലോ. ഫുൾ അല്ലെങ്കിൽ പോലും മിക്കവാറും എല്ലാ ഫംഗ്ഷൻസും കാണും. ഉണ്ട്. അതിൽ ഓട്ടോണമസ് റിവേഴ്സ് പാർക്കിംഗ് അടക്കമുള്ളവരെ വന്നു. പക്ഷെ ഈ ഒരു പരിപാടിയിലേക്ക് ഇന്ത്യയിൽ പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മനുഷ്യനെ മാത്രം നോക്കിയാൽ പോരല്ലോ. പട്ടി, പൂച്ച, പശു, കാള, എല്ലാ ഐറ്റംസും എപ്പോ വേണേ ചാടാന്നുള്ളതുകൊണ്ട് ഇതുപോലെ സ്മൂത്ത് ആയിട്ട് പോകാൻ. In 500 feet, turn left onto Dakota Road. ശരിയാണ്. ലെഫ്റ്റ്. ഡ്രൈവർ വെറും ഒരു കാഴ്ചക്കാരനാണെന്നൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറില്ല. അതുപോലെ ഇത് ഫുൾ Now ലെഫ്റ്റ് turn എടുക്കും. left onto Dakota Road. ഫുൾ ലെഫ്റ്റ് എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് അവിടെ റെഡ് വന്നു. അപ്പം അത് നിർത്തി, നമ്മൾ നിർത്തി. പച്ച കത്തി ഇത് ഫുൾ തിരിഞ്ഞു. എന്നിട്ട് നേരെ ആകുന്നു. ഇപ്പം അവന് നല്ല സ്പീഡ് എടുക്കുകയും ചെയ്തു. വീണ്ടും ആ വണ്ടി സ്ലോ ചെയ്തു, നമ്മൾ സ്ലോ ആവുന്നു. അവിടെ റെഡ് ലൈറ്റ് കണ്ടു. ഈ ബ്രേക്ക് പെഡൽ താഴുവൊന്നും ഇല്ലല്ലേ? ബ്രേക്കിന്റെ ഇല്ല. ഇനിയിപ്പം ഈ ബ്രേക്ക് ബൈ വയർ ആണല്ലോ. അപ്പൊ സിഗ്നൽ കിട്ടിയാൽ മതി. അല്ല, പഴയ സിനിമയിലൊക്കെ വണ്ടി തന്നെ ഓടുന്നതിലൊക്കെ അത് താഴുവൊക്കെ ചെയ്യും. അതില്ല. അതുപോലെ ഫ്രണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് സ്റ്റിയറിംഗിന്റെ ആവശ്യമുണ്ടോ അങ്ങനെ വരുമ്പോ? അല്ലേ, സ്റ്റിയറിംഗിന്റെ ആവശ്യമില്ല. അടുത്ത ലെവൽ 5 വരുമ്പോ സ്റ്റിയറിംഗ് ഇല്ല. ശരി. അങ്ങനെ വരുമ്പോ കൂടുതൽ സ്പേസും ഒക്കെ വരും ഫ്രണ്ടിലൊക്കെ അല്ലേ, സാധനങ്ങൾ വെക്കാനും ഒക്കെ. ഇതാണ് ലോകത്തിന്റെ പോക്ക്. ഇപ്പൊ നല്ല സ്പീഡ് ഇടും നമ്മള്. ഇതൊക്കെ മൈല കേട്ടോ. ഇവിടെ മൈല പറയുന്നത്, കിലോമീറ്റർ അല്ല. എന്ന് പറഞ്ഞാൽ 100ന്റെ മുകളിൽ പോയി. ഇപ്പോ എന്താണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്? പുള്ളിക്ക് ഒരു ശബ്ദം കേൾപ്പിച്ചു. സ്പീഡ് ലിമിറ്റ് ഇവിടെ 65. 65 സ്പീഡ് ലിമിറ്റ് ആണെങ്കിൽ ഇദ്ദേഹം 72 എടുത്തല്ലോ. ആണോ? അപ്പം മറ്റേ നിയമവിരുദ്ധനാണോ? In 1 mile, take exit 36 on the right toward Thornton Avenue. സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മോഡിലേക്ക് ചില്ലേക്ക് ഇതാണോ ഇത്? അതിടുമ്പോ സ്പീഡ് കുറച്ചു. കുറച്ചും കൂടി
ആക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും പിന്നെ സ്പീഡ് ലിമിറ്റ് ഒന്നും നോക്കൂല വണ്ടി. ശരി. പക്ഷെ ഞാൻ അതിന്റെ ഒരു മാക്സിമം സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോയാലും അതിൽ കൂടുതൽ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ. സൂപ്പർ പോകുന്നു. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഫാസ്റ്റ് ട്രാക്ക് ഓർ ഇൻവോയ്സ്. Now take exit 36 on the right. റൈറ്റിലേക്ക് എടുക്കുകയാണ്. അതിന് സ്റ്റിയറിംഗ് തിരിഞ്ഞു പോയില്ല In കേട്ടോ. 1,000 റൈറ്റ് ആയിട്ടോ feet, turn നനങ്ങിയത്. left onto Paseo Padre Parkway. ഇനി റൈറ്റ്. റൈറ്റ് ഇരുന്നു. Now turn left onto Paseo Padre Parkway. വീണ്ടും റെഡ് കത്തി നിൽക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള സാധനം EV6. ഇനി ഒരു റൈറ്റ് ഓടിയുണ്ട്. അല്ല, ലെഫ്റ്റ്. തിരിഞ്ഞു. നേരെയായി. എടുക്കേണ്ട റോഡ് ക്ലോസ് ആണ് ഇപ്പൊ. അപ്പൊ വണ്ടിക്ക് ഇനി എങ്ങനെ അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് റോഡ് കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ? നമുക്ക് എന്നാ ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അതെ, വണ്ടിയെ നമ്മളൊന്ന് പരീക്ഷിക്കാൻ പോവാണ് എങ്ങനെയാണ് വണ്ടി. അപ്പം ഇനി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട സ്ട്രൈറ്റ് പോയിട്ട് വീണ്ടും യൂട്ടേൺ എടുക്കേണ്ടി വരുമായിരിക്കും അല്ലേ? എനിക്കൊന്ന് 2 ലൈൻ ഇവിടുന്ന് ലെഫ്റ്റ് ഉണ്ട്. ഉണ്ടോ? രക്ഷപ്പെട്ടു. 2 ലൈൻ ലെഫ്റ്റ് ഉണ്ട്. ഒരെണ്ണം ക്ലോസ്ഡ് ആണ്. അപ്പം അത് ഇവിടെ നിന്ന് മറ്റേ വണ്ടി അല്ല, നമുക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് വണ്ടിക്ക് അത് മനസ്സിലായതുകൊണ്ട് വണ്ടി പൊക്കോളും. ശരി. വണ്ടി മനസ്സിച്ചിരിക്കുകയായിരിക്കും നമ്മൾ വണ്ടിയെ പറ്റി ഇവൻ എന്ത് ചെയ്യുമെന്നൊക്കെ. ഇനി നമ്മൾ ടെൻഷൻ അടിക്കുന്നത് കേട്ടിട്ട് ഞാൻ ചോരെണ്ണം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഒരു ലൈൻ ഓപ്പൺ ആണെന്ന് മനസ്സിലാക്കിയ വാഹനം സ്വയം തിരിയാൻ ശ്രമിക്കുകയാണ്. തിരിഞ്ഞു. അപ്പം ആരായി അല്ലേ? ആരായി ശശി എന്ന് നമ്മൾ ശശി വണ്ടി സ്കൂളായിട്ട് എടുത്തു പോയി. ലോഫ്റ്റ് ഹോട്ടൽ. ലോഫ്റ്റ്. റോഡ് ഇതെല്ലാം ബ്ലോക്ക് ചെയ്തേക്കുന്ന അതിന്റെ ഇടവഴി പോയാണ്. ടെസ്ല തോപ്പിക്കാനാവില്ല മക്കളെ, മനസ്സിലായില്ലേ? ലൂസിഡിന്റെ സെഡാനാണ് ആ പോകുന്നത്. ലൂസിഡ് എയർ. വഴി മാറി പോയോ? അപ്പുറത്തൂടെ ഫ്രണ്ട് എൻട്രൻസ് അവിടെ ആയിരിക്കും അല്ലേ? നമ്മുടെ വണ്ടി ലെഫ്റ്റ് ചെയ്യാൻ നേരെ പോയി. വണ്ടി പോകുന്നതിന്റെ ഇത് കാണുന്ന കണ്ടോ? ആ ഒരു ബ്ലൂ തന്നെ പുതിയൊരു വണ്ടിയുണ്ട്, വേറൊരു വണ്ടിയുണ്ടെന്ന് മനസ്സിലാക്കി പോവാണ്. In 500 feet, turn left. അപ്പോഴത്തേക്ക് ടിക്കറ്റൊക്കെ ഇട്ടു. Now turn left. എഴുതിയിട്ടുണ്ട്. ലൂസ് ഇറ്റ്. In 500 feet, നമ്മുടെ your പാർട്ടി. destination will be on the നമ്മുടെ left. പാർട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ പാർട്ടിയാണ് ഇപ്പം സമരം ചെയ്യാൻ പോകുന്നു തോന്നുന്നു ലൂസിഡിനെതിരെ. എവിടെ കിട്ടുന്നത്? പാർക്കിംഗ് സ്വയം കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന സീന്. പാർക്കിംഗ് ഇല്ല ഇവിടെ. Now your destination is on the left. അതെ, ഇവിടെ ഇല്ലേ? അല്ല, റിസർവ്ഡ്. ഉണ്ട്, തന്നെ കണ്ടുപിടിച്ചു കേട്ടോ. എവിടെ പാർക്ക് ചെയ്യണമെന്ന് പുള്ളി ആലോചിച്ചത് കറങ്ങി നടക്കുക. നമ്മൾ നോക്കുന്ന പോലെ തന്നെ അല്ലേ വണ്ടി നോക്കുന്നുണ്ട്. ഇതെവിടെയാണ് പാർക്കിങ് കിട്ടുന്നത് നോക്കി പൊക്കോണ്ടിരിക്കുക. അവസാനം വണ്ടി എഴുതിച്ച് പോടെ എന്ന് പറയും നമ്മളടുത്ത്. ഇടാൻ സ്ഥലമില്ലാതെ ഓരോ ലൈനിലും നോക്കി നോക്കി നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും വണ്ടി രണ്ട് സൈഡിലും നോക്കി പോവുകയാണെന്നുള്ള സാധനം. അടുത്ത ലൈനിൽ കയറി എന്തെങ്കിലും സാധ്യത ഉണ്ടോ നോക്കും. അപ്പുറത്ത് നമുക്ക് പാർക്ക് ചെയ്യാമല്ലോ. ലൂസിഡിന്റെ തന്നെ കാണും അല്ലേ? ഇതേ കിടക്കുന്ന ലൂസിഡ്. ആ ലൈനിലും ഇല്ലാന്ന് വണ്ടി മനസ്സിലാക്കി അടുത്ത ലൈനിൽ പോവും.
അവിടെ നിർത്തി നോക്കുകയാണ് വണ്ടി വല്ലതും ഉണ്ടോ ഇല്ല. അപ്പോൾ ലെഫ്റ്റ് ഫുൾ ലെഫ്റ്റ് പിടിച്ചു. അല്ല ഇവിടെ നമ്മളിപ്പോ ഒന്ന് വന്നാണല്ലോ, ഇപ്പൊ ഇവിടെ നമ്മൾ പിടിക്കാൻ പറ്റുന്നത് ഡിസെൻഗേജ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഓടിച്ച് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അതാണ് യന്ത്രം തോക്കുന്നിടത്ത് മനുഷ്യൻ ജയിക്കുമെന്ന് മനസ്സിലായില്ലേ. ലൂസിഡിന്റെ ഷോറൂം. ഇപ്പോൾ രാവിലെ ആൾക്കാരൊക്കെ കാണാൻ നിൽക്കുന്നുണ്ടോ? വണ്ടി പരിശോധിക്കുന്നുണ്ടോ അടുത്ത ആൾക്കാർ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ഫുള്ളി ഓട്ടോണമസ് സ്റ്റിയറിംഗ് പോലും ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു പ്രശ്നം വരുമ്പോ എങ്ങനെയായിരിക്കും? അതൊരു പ്രശ്നമല്ലേ അല്ലേ? അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടാണ് അത്രയും ആകാത്തത്. അപ്പൊ എന്തായാലും നമുക്കിനി പോയി വണ്ടി കാണാം.